ബഹുമാന്യനായ ഈ മലപ്പുറം മഹാറാലിയുടെ പ്രക്ഷോഭത്തിൻ്റെ അധ്യക്ഷൻ VTS ഉമർ തങ്ങൾ, മറ്റു പ്രഭാഷണങ്ങൾ നിർവഹിച്ച നേതാക്കളെ, അതോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ, എവർക്കും രാഷ്ട്രീയ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇങ്ങനെയൊരു ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റിയെയും അതിൽ പങ്കാളിയായ സഹപ്രവർത്തകരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ആശീർവദിക്കുകയും അഭിവാദ്യം നേരുകയും നിങ്ങളോട് സോളിഡാരിറ്റി എന്ന വിപ്ലവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുകയും ഈ സന്ദർഭത്തിൽ ചെയ്യുകയാണ്. ഒരുപാട് വിശദാംശങ്ങളോടുകൂടിയുള്ള ഈ വിവേചന ഭീകരതയുടെ കണക്കുകൾ, അതിൻ്റെ അസമത്വങ്ങൾ, അനീതികൾ ഇവിടെ ധാരാളമായി സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം മലബാറും മലപ്പുറവും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയോ ഒരു വിവേചന ഭീകരതയോ അല്ല. മറിച്ച് നമുക്ക് കാണാൻ കഴിയും, ഇവിടുത്തെ ഗതാഗത മേഖലയായാലും ഇവിടുത്തെ ആരോഗ്യ മേഖലയായാലും ഒക്കെ നമുക്കറിയാം, ഈ മലബാറിനോടും മലപ്പുറത്തോടും രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്നിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. നമുക്ക് വിശദാംശങ്ങളൊന്നും വേണ്ട. മഞ്ചേരി മെഡിക്കൽ കോളേജ് എങ്ങനെയാണോ നമ്മുടെ ജില്ലയിൽ വന്നത്, കേവലം ഒരു ബോർഡ് മാറ്റത്തിലൂടെയാണ്. നമ്മുടെ KSRTC സംവിധാനത്തെക്കുറിച്ച് നമ്മളെടുത്ത് നോക്കൂ. തെക്കിലാണ് 70% അതിൻ്റെ ഗതാഗത സംവിധാനങ്ങളുള്ളത്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലും ഗതാഗത മേഖലയിലും ആരോഗ്യ മേഖലയിലും ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊരു മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ വിവേചനവും ഈ അനീതിയും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഫ്രട്ടേണിറ്റിയെപ്പോലുള്ള ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ വർഷങ്ങളായിക്കൊണ്ട് ഇത് സമരം എന്ന നിലക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിൻ്റെ മുമ്പിൽ വന്ന് ഗതികേടോടുകൂടി വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ പിന്നിൽ എന്താണ് താല്പര്യമെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായ പല കാരണങ്ങളുമുണ്ട് എന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും ഇവിടെ വന്ന് ഉന്നയിച്ചിട്ടും ഇതിനൊരു പരിഹാരമില്ല എന്ന് നമുക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ മലപ്പുറത്തും മലബാറിലും ഭൂരിപക്ഷമുള്ളത് മുസ്ലിം സമുദായമാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വംശീയ ബോധവും അജണ്ടയും ഉണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കൂ. മലപ്പുറത്തൊരാവശ്യം ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് ചാപ്പകളാണ് വന്നത്. അവർ വിഘടനവാദികളെന്നും ഭീകരവാദികളെന്നും അതോടൊപ്പം മലപ്പുറത്ത് നടക്കുന്ന ജനകീയ സമരങ്ങളെക്കുറിച്ച് സംസാരിച്ചതെന്താ നമുക്കറിയാം. ഒരുപാട് പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ ഇവിടുത്തെ ഭരണകൂടവും ഭരണകൂട കർത്താക്കളും നടത്തിയ പ്രസ്താവനകൾ നമുക്കറിയാം തികച്ചും വംശീയ അജണ്ടയോടുകൂടിയുള്ളതാണ് എന്ന് നമുക്കറിയാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിലൊരു പന്തലുണ്ടല്ലോ, ആ പന്തൽ 98 വയസ്സിലും കീഴടങ്ങാത്ത ഗ്രോവാസട്ടം നടത്തുന്ന ശക്തമായ ഒരു സമരമുണ്ട്. ആ സമരത്തോടത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അധികാര കേന്ദ്രങ്ങൾ ആരാണ് അതിനോട് ഐക്യപ്പെട്ടത്? ഒരു പിന്നോക്ക ജനവിഭാഗത്തോടുള്ള മനോഭാവമാണത്. നമുക്കറിയാം, കോട്ടക്കൽ ഒരു പ്രദേശത്ത്, പറപ്പൂർ എന്ന പ്രദേശത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് സംഘപരിവാർ കൊല ചെയ്തു തന്നത്. എല്ലാ കൊലപാതകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ആ കൊല നടന്നിടത്ത് കയറി നിരങ്ങുകയും ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ചെന്നോ? ഇല്ല. കാരണം ഇവിടെ മനോഭാവം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ മുസ്ലിമാണെങ്കിൽ അവൻ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. അവസാനം നമുക്കറിയാലോ, പെരുന്നാളിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മയുണ്ടാകും. എല്ലാ വർഷവും പെരുന്നാൾ വരുന്നു, പക്ഷെ മുസ്ലിം സംഘടനകൾ അവരുടെ ആവശ്യമായി ഗതികേടെന്ന പോലെ ഉന്നയിക്കുന്നു, ലീവ് കൊടുക്കുന്നു, ഉന്നയിക്കുന്നു, ലീവ് കൊടുക്കുന്നു. ഇത്തരം മുസ്ലിം സമൂഹത്തോടുള്ള അതിൻ്റെ വിവേചനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ മൗലിക പ്രധാനമായ മൂലകാരണമായ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് വംശീയ ബോധമുള്ളതാണ് എന്ന് നമ്മൾ അതുകൊണ്ടാണ് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അതുകൊണ്ട് ഇത് കേവലം വിദ്യാഭ്യാസ പ്രശ്നം മാത്രമായി നമ്മൾ മനസ്സിലാക്കരുത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ, ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാനപരമായ മൗലികമായ ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ് ഇത്. നമുക്കറിയാം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സാംസ്കാരികമായ വളർച്ചയുണ്ടാവൂ.
സാമ്പത്തികമായ വളർച്ചയുണ്ടാകൂ. നമ്മുടെ നാടിൻ്റെ വികാസവും വികസനവും സാധ്യമാവണമെങ്കിൽ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അത് നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ ജനസംഖ്യാ വർധവിനനുസരിച്ച് കൊണ്ട് തന്നെ ജില്ലയുടെ വിഭജനങ്ങൾ സാധ്യമാകണം. കാരണം ജില്ല രൂപീകരിച്ച് 50 വർഷം പിന്നിട്ടോ. അന്ന് 14 ലക്ഷമായിരുന്നു ജനസംഖ്യ, ഇന്ന് 50 ലക്ഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെടുന്ന വികസനങ്ങൾ പോലും ജനാധിപത്യപരമായി വിഭജനം നടത്തണമെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ വില്ലേജുകൾ, ഇവിടുത്തെ താലൂക്കുകൾ അതിനനുസരിച്ച് മാറി വരണം. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ സമരത്തിന് പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധമാവണം. എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, ഫ്രട്ടേണിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് എന്നതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റിക്ക് ഈ സമരം നടത്താനും വിജയിപ്പിക്കാനും സാധിക്കുമെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. കാരണം ഫ്രട്ടേണിറ്റിയാണ് പൗരത്വ പ്രക്ഷോഭ സമരത്തിന് ആള് പതർത്തിയതും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്തതും എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുമ്പിൽ ചില ലാത്തികൾ ഉണ്ടാകും, ചില അറസ്റ്റുകൾ ഉണ്ടാകും, ചില കുറുവടികൾ ഉണ്ടാകും, ചില ജയിലറുകൾ ഉണ്ടാവും. പക്ഷേ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തൊണ്ട് കണ്ടാൽ കാല് കണ്ട് തട്ടിമാറ്റും. ഇത്രയേ വിലയെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും മിഷനറികൾക്കും ഞങ്ങൾ നൽകുന്നുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആരുടെ മുമ്പിലും ഓച്ചാനിച്ച് നിന്നുകൊണ്ട് ഈ സമരത്തെ നയിക്കേണ്ടുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രകാരം, നിങ്ങളിടുന്ന ലൈൻ പ്രകാരം സമരം നടത്തേണ്ട ഒരു ഗതികേട് ഫ്രട്ടേണിറ്റിക്കും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉറച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം ജനാധിപത്യപരമായി നിന്നുകൊണ്ട് തന്നെ അത് വികസിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടം അത് പടർന്ന് പന്തലിക്കേണ്ടതുണ്ട്. അവകാശ നിഷേധങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടവും നീതി നിഷേധത്തിനെതിരെ ശക്തമായ പോരാട്ടവും നടത്തിയ ഒരു പാരമ്പര്യം നമ്മുടെ പൂർവികർക്കുണ്ട്. അത് വാര്യംകുന്നത്തിലൂടെ നമ്മൾ ആർജിച്ച ഊർജ്ജമാണ്. അതുപോലെ അത് ഉമർ ഖാദിയുടെയും അതുപോലെ തന്നെ സയ്യിദന്മാരുടെയൊക്കെ പാരമ്പര്യത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണ്. ആ പാരമ്പര്യത്തിന് മുമ്പിൽ ആ പാരമ്പര്യം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തിനറിയാം എങ്ങനെയാണ് സമരം നയിക്കേണ്ടതും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തേണ്ടതുമെന്ന് അറിയാം. അതുകൊണ്ട് പിന്മടക്കമില്ലാത്ത ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വരും ദിനങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങളും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും വളരെ സ്നേഹോഷ്മളമായ അഭിവാദ്യവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഫ്രട്ടേണിറ്റി.